ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ശാന്തവും സമാധാനപരമായ ഈ നല്ല ദിവസം ദൈവം ദാനമായിട്ട് നൽകിയ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പുതിയ എപ്പിസോഡിൽ കൂടെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഘോഷിക്കുവാൻ ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. നമ്മുടെ ദൈവം വലിയവനായ ദൈവമാണ്. യേശു നല്ലവൻ. വിശ്വസിച്ചുകൊണ്ട് ആര് യേശുവിൻ്റെ അടുക്കിലേക്ക് അടുത്ത് വരുന്നുണ്ടോ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ, വേദനകളെ, കണ്ണുനീരുകളെ എല്ലാം തുടച്ച് ദൈവികമായ അനുഗ്രഹങ്ങളെ, ദൈവികമായ സമാധാനത്തെ, ദൈവികമായ നിത്യജീവൻ്റെ നമ്മിലേക്ക് പകർന്ന യേശു കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ആ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അവസരം സ്വർഗത്തിലെ ദൈവം ഒരുക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അല്പസമയം ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം യെഹെസ്കേൽ പ്രവചന പുസ്തകം 36-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായ ഹൃദയം നിങ്ങൾക്ക് തരും. എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. ഈ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിലും ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടെ, വേദനകളിൽ കൂടെ, കണ്ണുനീരിൽ കൂടെ, രോഗങ്ങളിൽ കൂടെ ഒക്കെ കടന്നു പോകുന്ന ഒത്തിരി പേരുണ്ട്. കുടുംബ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, ഒന്ന് മാറി മറ്റൊന്നായിട്ടുള്ളതായ പ്രശ്നങ്ങളുടെ നടുവിൽ ആയിരിക്കുന്നവർ ഈ സന്ദേശം ശ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതൊന്ന് സ്വർഗത്തിലെ ദൈവം ഈ സന്ദേശം കേൾക്കുന്ന സമയം മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകിത്തരികയാണ്. പുതിയ അനുഗ്രഹം. കഴിഞ്ഞ നാളുകളിൽ ദുഃഖത്തോട്, വേദനയോട്, കണ്ണുനീരോട്, ഒത്തിരി കടബാധ്യതയോട്, ഒത്തിരി അസമാധാന അവസ്ഥയിൽ കടന്നുപോയെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്ന ഈ നിമിഷം മുതൽ പുതിയ ശക്തി, പുതിയ നന്മ, പുതിയ അനുഗ്രഹത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുവാൻ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകിത്തരും. കഴിഞ്ഞ നാളുകളിൽ ദുഃഖത്തിൻ്റെ, വേദനയുടേതായ അവസ്ഥയിലായിരുന്നിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് യേശു കർത്താവ് നമ്മോട് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ പുതിയതായിട്ടുള്ളതായ അനുഗ്രഹത്തെ, നന്മകളെ നൽകിത്തരും. ആ തകർച്ചയുടേതായ മണ്ഡലത്തെ മാറ്റും. ആ ബിസിനസ് പരാജയമായിരിക്കാം, കടക്കെണിയായിരിക്കാം, മക്കളുടേതായ ഭാവി ജീവിതത്തെ ഓർത്ത് നിരാശയിലായിരിക്കാം, അവരുടെ കുടുംബജീവിതം നേരെയാകുവാൻ സാധിക്കാതെ വണ്ണം നിരവധിയായിട്ടുള്ളതായ വിഷയങ്ങൾ ഒന്ന് മാറി മറ്റൊന്ന് മാറി കടന്നു വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കാം. എന്നാൽ ഇന്ന് നീ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിങ്കിലേക്ക് നിലവിളിക്കുന്ന ഈ നിമിഷം തന്നെ നിൻ്റെ ജീവിതത്തിലേക്ക് ഒരു പുതിയ അനുഗ്രഹത്തെ ദൈവം നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുകയും ഈ പുതിയ ഹൃദയം അല്ലെങ്കിൽ പുതിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് ലഭ്യമാകുവാൻ വേണ്ടി ദൈവസന്നിധിയിലേക്ക് തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഫിലിപ്പിയർ 2:5 പറയുന്നുണ്ട്, ക്രിസ്തേശുവിലുള്ള ഭാവം തന്നെ നമ്മിൽ ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് ഉടമയായി തീരുമ്പോൾ പഴയതായിട്ടുള്ളതായ കാര്യമല്ല, പഴയ ചുറ്റുപാടുകളിൽ പഴയ ലോക മനുഷ്യർ പറഞ്ഞിട്ടുള്ളതായ കാര്യമല്ല, അവരെ നോക്കിയിട്ടുള്ളതായ ഒരു ജീവിത സാഹചര്യമല്ല. ഇന്നു മുതൽ ജീവിത സാഹചര്യം തന്നെ, ജീവിതത്തിലെ ചിന്താഗതി തന്നെ, കഴിഞ്ഞ നാളുകളിലുള്ള പാപത്തിൻ്റെതായ ചിന്തയെ മാറ്റി യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ യോഹന്നാൻ സ്നാപകൻ പറയുവാനുണ്ടായി. യോഹന്നാൻ 1:29 പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നമ്മുടെ
സകലരുടെയും പാപത്തെ ചുമക്കുന്ന, നമുക്ക് വേണ്ടി ബലിയായി തീരുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. തീത്തോസ് 2:14 പറയുന്നുണ്ട്, യേശുക്രിസ്തു നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായി സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി ജീവനെ കൊടുത്തു. നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും വേണ്ടി യേശു കർത്താവ് തൻ്റെ ജീവനെ നൽകുവാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഈ പുതിയ ഹൃദയം നമ്മിലേക്ക് ലഭ്യമായി തീരണമെങ്കിൽ യേശു കർത്താവിലേക്ക് മടങ്ങി വരണം. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലുള്ളതായ പാപത്തിൻ്റെതായ ആ ബന്ധനത്തെ അഴിക്കുവാൻ വേണ്ടി, പാപശാപങ്ങളെ മാറ്റുന്നതിലേക്ക് വേണ്ടി യേശു കർത്താവ് നമ്മെ വീണ്ടെടുത്തു. നമ്മെ അനുഗ്രഹിക്കുന്നതിലേക്ക് വേണ്ടി യേശു കർത്താവ് ശാപമായിട്ട് കാൽവരി ക്രൂശിൽ യാഗമായി തീരുവാനിടയായി തീർന്നു. ഗലാത്യർ 3:13 വായിക്കുമ്പോൾ യേശു കർത്താവ് നമ്മുടെ പാപത്തെ, ശാപത്തെ എല്ലാം ഏറ്റെടുത്തത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹത്തെ നൽകുകയാണ്. ഞാനും നിങ്ങളും വിശ്വസിച്ച് ഇത് പ്രഖ്യാപിക്കുമ്പോൾ, ഇത് എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ തലമുറയിലേക്ക് യേശു കർത്താവ് പാപത്തെ, ശാപത്തെ, എല്ലാ ഇരുട്ടിൻ്റെ അധികാരങ്ങളെയും മോചിപ്പിച്ചു. അത് വിശ്വസിച്ച് യേശുവിനെ സ്തോത്രം ചെയ്യുമ്പോൾ, നന്ദി കരയറ്റുമ്പോൾ, ആ സ്വർഗീയ സാന്നിധ്യത്താൽ എല്ലാം പുതുതാക്കുന്നതായ അനുഭവം ഉണ്ടാകുകയാണ്. ഒരു പുതിയ ഹൃദയത്തിന് ഉടമയായി തീരുകയാണ്. യെശയ്യാവ് 53:4 പറയുന്നുണ്ട്, യേശു നമ്മുടെ എല്ലാ കഷ്ടതകളും വേദനകളും എല്ലാം സ്വീകരിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. 1 പത്രോസ് 2:24 പറയുന്നുണ്ട്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്ന് ക്രൂശിന്മേൽ മരിച്ചു. അവൻ്റെ അടിപ്പിണരുകളാൽ, യേശു തമ്പുരാൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ആ കാൽവരി ക്രൂശിലേക്ക് നോക്കുമ്പോൾ, ആ കാൽവരി ക്രൂശിൽ ഏറ്റതായ മുറിപ്പാടുകൾ നമ്മെ ഓരോരുത്തരെയും, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ട് രോഗികളായിട്ട് ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ടായിരിക്കാം ഈ ശബ്ദം ശ്രവിക്കുന്നത്. യേശുവിൻ്റെ ആ മുറിപ്പാട്, ആണി ഏറ്റതായ കരം നിങ്ങളെ തൊടുകയാണ്, തൊട്ട് നിങ്ങളെ എഴുന്നേൽപ്പിക്കുകയാണ്. ആ രോഗ അവസ്ഥകൾ, ആ വിട്ടുമാറാത്തതായ കിഡ്നി ഫെയിലുവർ, അല്ലെങ്കിൽ മറ്റ് അസ്ഥി തേയ്മാനങ്ങൾ, വിവിധ രീതിയിലുള്ളതായ തലയ്ക്കകത്തുള്ളതായ ട്യൂമറുകൾ, ക്യാൻസർ, അതുപോലെ വയറിലുള്ളതായ അടിക്കടി വരുന്നതായ വേദനകൾ, പല രീതിയിലുള്ളതായ മെഡിക്കൽ സയൻസിന് കണ്ടുപിടിക്കുവാൻ സാധിക്കാത്തതായ രോഗബന്ധനങ്ങളെ യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ ആ മുറിപ്പാടിലേക്ക് നോക്കുമ്പോൾ, യേശുവിൻ്റെ ആണിയേറ്റതായ കരം ഇന്ന് സ്പർശിച്ച് നിൻ്റെ ശരീരത്തിലെ ശിരസ് മുതൽ പാദം വരെ ഉള്ളതായ അവസ്ഥകൾക്ക് പുതിയ ഹൃദയത്തെ നൽകുവാൻ, ഇന്ന് ഹാർട്ടിൻ്റെ സർജറി ചെയ്യണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ആവശ്യമുണ്ട്. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, പുതിയൊരു ഹൃദയം നിനക്ക് നൽകാമെന്ന് വാഗ്ദത്തം ചെയ്യുകയാണ്. നീ സ്തോത്രം ചെയ്ത് അത് വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് ആ പുതിയ അവയവം സ്വർഗത്തിലെ ദൈവം നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. നീ വിശ്വസിക്കുമ്പോൾ, നീ പുതിയ ഹൃദയത്തിന് ഉടമയായി തീരുമ്പോൾ, നിന്റെ പഴയ പാപമേറിയതായ ഹൃദയത്തിൻ്റെ ആ മാലിന്യങ്ങളെ, മ്ലേച്ഛതകളെല്ലാം നീ മാറ്റിക്കളയുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് ആ പുതുക്കം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അത് നിനക്ക് റിസീവ് ചെയ്യുവാൻ സാധിക്കും. മർക്കോസ് 7-ാം അധ്യായം 21-ാം വാക്യം മുതൽ 23-ാം വാക്യം വരെ നമുക്ക് സത്യദൈവമായ യേശുക്രിസ്തു പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഹൃദയം എങ്ങനെയുള്ളതാണെന്ന് വളരെ വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിരിക്കുകയാണ്. അകത്ത് നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ
ഹൃദയത്തിൽ നിന്ന് തന്നെ ദുർചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കാമം, വിടക്ക് കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത, ഈ ദോഷങ്ങളെല്ലാം അകത്തു നിന്ന് പുറപ്പെട്ട് ഹൃദയത്തെ അശുദ്ധമാക്കിയിരിക്കുകയാണ്. ഈ വകയുള്ളതായ അഹങ്കാരം, മൂഢത എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ പുറമേ ഉള്ള മനുഷ്യർ കാണുന്ന രീതിയിലുള്ളതായ പാപ സ്വഭാവം എന്നിലില്ല. പിടിച്ചു പറയില്ല, മദ്യപാനം, പുകവലി, വ്യഭിചാരം, മോഷണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതായ ഒരു ചിന്തയായിരുന്നു. എന്നാൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോഴാണ് യേശു എൻ്റെ ഉള്ളിലുള്ളതായ പാപം, അഹങ്കാരം, ഇങ്ങനെയുള്ളതായ ദൈവത്തിന് ഹിതമില്ലാത്തതായ ഈ പാപത്തിൻ്റെതായ ചിന്തകളെ എനിക്ക് ഉണർത്തി തന്നത്. അത് യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നത്, ആ പുതിയ ഹൃദയത്തിന് ഉടമയായിത്തീരുന്നത്, ആ പുതിയ അനുഭവം, പുതിയ സന്തോഷം എൻ്റെ ജീവിതത്തിലേക്ക് കൈവരുന്നത് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതായി നമുക്ക് ലഭിക്കേണ്ടത് പുതിയൊരു ഹൃദയമാണ്. ദൈവം നമുക്ക് ദാനമായി നൽകുന്ന നിഷ്കളങ്കമായ, അല്ലെങ്കിൽ നമ്മുടെ അകത്ത് നിന്ന് പുറപ്പെടുന്നതായ പാപത്തിൻ്റെതായ മ്ലേച്ഛതകളില്ലാത്തതായ ആ സന്തോഷം നിറഞ്ഞ ക്രിസ്തുവിൻ്റെ മനസ്സുള്ള, ക്രിസ്തുവിൻ്റെ ഭാവമുള്ള, ക്രിസ്തുവിൻ്റെ പോലെ മറ്റുള്ളവരെ സഹായിക്കുവാൻ, മറ്റുള്ളവരെ സൗഖ്യമാക്കുവാൻ മനസ്സുള്ളതായ ഒരു ഹൃദയത്തിന് ഉടമയാക്കി നമ്മെ മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് ഈ വചനം ശ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ ക്രിസ്തുവിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ, ആ കാൽവരി ക്രൂശിലേക്ക് നോക്കി യേശുവിനെ സ്വന്തം രക്ഷകനും നാഥനുമായിട്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ, യേശുവിനെ കർത്തൃത്വം നടത്തുവാൻ വേണ്ടി വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നിന്റെ ജീവിത അവസ്ഥ മാറുകയാണ്. നിന്റെ ഉള്ളിൽ, നിന്റെ ഹൃദയത്തിൽ ക്രിസ്തു രാജാവായിരിക്കുകയാണ്. മറ്റ് ഈ ലോകത്തിൻ്റെതായ ഭരണം, ഈ ലോകത്തിൻ്റെ ഇരുട്ടിൻ്റെ അധിപതികൾ അകത്തു നിന്ന് പുറപ്പെടുവിക്കുന്നതായ പാപത്തിൻ്റെതായ ഈ ലോകത്തിൻ്റെതായ ഈ ദാസ്യത്വത്തിലേക്ക് നയിക്കുന്നതായ ആ ഹൃദയം മാറി ഒരു പുതിയ ഹൃദയത്തിന് ഉടമയായി തീരുകയാണ്. നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതകരമായ രോഗസൗഖ്യം നേരത്തിനുള്ളിൽ സംഭവിക്കുകയാണ്. നീ വിശ്വസിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ, വിശ്വസിച്ച് ആ യേശുവിൻ്റെ ആ തേജസ്സിനെ നീ അനുഭവിക്കുമ്പോൾ, ഏറ്റെടുക്കുമ്പോൾ, ആ രക്ഷ ഏറ്റെടുക്കുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് ആ പുതിയ ഹൃദയത്തിന് ഉടമയായി തീരുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ വാത്സല്യമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം തരുവാൻ ആഗ്രഹിക്കുന്ന ആ പുതിയ ഹൃദയത്തെ സൗജന്യമായിട്ട് നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കണം. ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ, ജീവിതത്തെ ക്രമീകരിക്കുവാൻ വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ, പിതാവേ എൻ്റെ ഉള്ളിലേക്ക് അങ്ങ് വാസം ചെയ്യണമേ, അങ്ങയുടെ ഹൃദയം എനിക്ക് നൽകണമേ, അങ്ങ് ആഗ്രഹിക്കുന്നതായ സ്വഭാവത്തിന്, ദൈവിക സ്വഭാവത്തിന് ഉടമയാക്കി തീർക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഹൃദയം നിന്റെ ഉള്ളിലേക്ക് നൽകുകയാണ്. അടുത്തതായി രണ്ടാമതായിട്ട് പറയുകയാണ്, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലേക്ക് ആക്കും. പ്രിയമുള്ളവരെ, പുതിയൊരു ആത്മാവ്, ദൈവം തരുന്നതായ ആ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അന്ന് വരെ ഉണ്ടായിരുന്നതായ ദൈവികമായ കാര്യങ്ങൾക്ക്, ദൈവസന്നിധിയിലേക്ക് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുവാൻ, ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ, ദൈവത്തെ ഉയർത്തുവാൻ, ദൈവത്തിൻ്റെ ആ സ്വഭാവത്തിന് ഉടമയായി തീരുവാനുള്ളതായ ആ ഭയപ്പെടുത്തുന്നതായ ആത്മാവ്, ഭയപ്പെടുത്തുന്നതായ ആ ഇരുട്ടിൻ്റെ മണ്ഡലങ്ങൾ മാറിപ്പോകുകയും നിനക്ക് ധൈര്യത്തോടുകൂടെ യേശു എൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതായ വിശ്വാസം കടന്നു വരികയാണ്. യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. ദൈവം പുറത്തല്ല ഉള്ളത്, നമ്മുടെ ഉള്ളിൽ ആണ് ദൈവം ഉള്ളത്. പ്രിയമുള്ളവരെ, അപ്പോൾ ആ ദൈവത്തെ
ദൈവത്തെ നിനക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ ദൈവത്തെ നിനക്ക് അപ്പാ പിതാവേ എന്ന് വിളിച്ചപേക്ഷിക്കുവാൻ സാധിക്കും. അപ്പാ പിതാവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെയാണ് നിൻ്റെ ഉള്ളിലേക്ക് ദൈവം ആക്കിയിരിക്കുന്നത്. അത് നിനക്ക് വിശ്വസിച്ച് സ്തോത്രം ചെയ്യുവാൻ നിനക്ക് കഴിയണം. എപ്പോഴും ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ദൈവം നിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് ഈ ഉറപ്പ് നിൻ്റെ ജീവിതത്തിൽ നടക്കുന്നു. ആ ഉറപ്പുണ്ടെങ്കിൽ സങ്കീർത്തനക്കാരൻ 23-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ നിനക്ക് പറയുവാൻ സാധിക്കും, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. യേശു എൻ്റെ നായകനാണ്, യേശു എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, യേശു എൻ്റെ ഇടയനാണ്. അതുകൊണ്ട് എനിക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ രോഗിയല്ല, ഞാൻ തകർന്നവനല്ല. എൻ്റെ യേശു എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട്, എൻ്റെ യേശു എന്നിൽ വസിക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ആ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഇന്നത്തെ തകർച്ചകളല്ല നീ പറയുന്നത്. കാരണം ഈ ലോകത്തിൻ്റെ രക്ഷകനായ യേശു നിൻ്റെ ഉള്ളിലുണ്ട്. രാജാതിരാജാവായി വന്ന് ഈ ലോകത്തിൽ നമ്മെ ഭരിക്കുന്ന, വാസമുറപ്പിക്കുന്ന യേശു നിന്നെ സ്നേഹിക്കുകയാണ്, നിന്നിൽ വസിക്കുകയാണ്. ആ ഉറപ്പ് നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ദൈവാത്മാവ് ഒരു വ്യക്തിയിലേക്ക് നിറയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം അസാധാരണ അവസ്ഥയിലേക്ക് മാറുകയാണ്. ഇന്ന് ഒരു സാധാരണപ്പെട്ട അവസ്ഥയിലായിരിക്കാം നീ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പാരമ്പര്യമില്ല, ഞാൻ രോഗിയാണ്, വിവിധ രീതിയിലുള്ളതായ രോഗബന്ധനങ്ങൾ ഒന്ന് മാറി മറ്റൊന്നായിട്ട് എൻ്റെ തലമുറയെ പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണ്, പൂർവികന്മാരുടെ രോഗങ്ങൾ കടന്നു വരികയാണ് എന്നൊക്കെ നീ ചിന്തിച്ച് ഭാരത്തോടുകൂടെ ആയിരിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ദൈവം നിന്നോട് പറയുകയാണ്, നിന്നിലേക്ക് ഈ പുതിയ ആത്മാവിനെ പകരും. ഈ പുതിയ ആത്മാവ്, ഈ പരിശുദ്ധാത്മാവ്, യേശു കർത്താവ് യോഹന്നാൻ 14-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരികയില്ല. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്നു തരാമെന്ന് യേശു വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. മത്തായി 7-ാം അധ്യായം 7 മുതൽ 9 മുതൽ ഉള്ള വാക്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ദോഷികളായ നിങ്ങളുടെ മകൻ അപ്പം ചോദിച്ചാൽ ആരെങ്കിലും കല്ലിനെ കൊടുക്കുമോ? മീന് ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്വനായ പിതാവ് പരിശുദ്ധാത്മാവാകുന്ന നന്മ എത്ര അധികമായിട്ട് നൽകും. മത്തായി 7:7 പറയുന്നുണ്ട്, ചോദിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കും. ഈ നന്മ, ഈ പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്നവർക്ക് ലഭ്യമായി തീരും. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി പിന്നെ സകല സത്യത്തിലുമാണ് ദൈവം വഴി നടത്തുന്നത്. സത്യത്തിൻ്റെ ആത്മാവ് നമ്മിലേക്ക് കടന്നു വരും. നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചൊക്കെ പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തും. വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച്, വരുവാനുള്ളതായ ആ നിത്യദണ്ഡന സ്ഥലത്തിലേക്ക്, ആ ന്യായവിധിയുടെ സ്ഥലത്തേക്ക്, നിത്യയാതന സ്ഥലത്തേക്ക് പോകാതെ വണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും. ഈ സത്യസുവിശേഷത്തിൻ്റെതായ ശക്തിയെ തിരിച്ചറിയുവാനുള്ളതായ ഒരു ഒരു സ്വാതന്ത്ര്യം ഒക്കെ ഈ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തി ജീവിതങ്ങളിലേക്കും പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ തീജ്വാല എന്നിലേക്ക് കടന്നു വരണമേ എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് പരിശുദ്ധാത്മാവിൻ്റെതായ ഒരു സമയമാണ്. ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് ഉള്ളിലേക്ക് കടന്നു എന്ന് കഴിഞ്ഞാൽ നീ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ദൈവത്തോട് പറയും, ദൈവമേ ഇന്ന പാപത്തിന് ഞാൻ അടിമയാണ്, അത് തെറ്റാണ് എന്നുള്ളതായ ബോധ്യം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. നീ ദൈവസന്നിധിയിലേക്ക് കടന്നു വരും. ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയായിത്തീരും, ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തിയായിത്തീരും, യേശുവിൻ്റെ സാക്ഷിയായിത്തീരും. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായിത്തീരും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ
ജീവിക്കുമ്പോൾ നമുക്ക് സാക്ഷികളായിത്തീരും. ലോകത്തിൻ്റെ അറ്റത്തോളം സാക്ഷികളായിത്തീരും. നമ്മൾ അറിയാത്ത വ്യക്തികളോട് പോലും യേശു ജീവിക്കുന്ന ദൈവമാണ്. യേശു എന്നെ രക്ഷിച്ചു, എൻ്റെ പാപത്തിൽ നിന്ന് യേശു എനിക്ക് ഒരു പുതിയ ഹൃദയം നൽകി തന്നു, പുതിയ സ്വഭാവത്തിന് ഉടമയാക്കി തീർത്തു എന്നുള്ളതായ വസ്തുത നീ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന വ്യക്തിയായിത്തീരും. പ്രിയമുള്ളവരെ, ആ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിലേക്ക് ഈ ശക്തി നിനക്ക് ലഭിക്കും. നീ ആളുമാറിയ അവസ്ഥയിലായിത്തീരും. നീ ഇനി പഴയ ആ പാപ സ്വഭാവത്തിലേക്ക് കടന്നു പോകത്തില്ല. നീ യേശുവിനോടൊപ്പം വാസം ചെയ്യുവാൻ, യേശുവിൻ്റെ സ്വരം കേൾക്കുവാൻ, യേശുവിൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ട് യേശുവിൻ്റെ ആ വിടുതൽ അനുഭവിക്കുവാൻ, യേശുവിൻ്റെ നന്മ അനുഭവിക്കുവാൻ യേശുവിങ്കിലേക്ക് നീ കടന്നു വരും. നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നതായ ആ ദുരന്തങ്ങളെ, ആ വേദനകളെ എല്ലാം സർവശക്തനായ ദൈവം സ്റ്റോപ്പ് ചെയ്യുവാൻ ഇടയായിത്തീരും. ദൈവത്തിന് അധികാരമുണ്ട്. നീ ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിക്കഴിഞ്ഞാൽ നിന്നെ ദൈവം അധികമായിട്ട് സ്നേഹിക്കുകയും നിന്റെ കൂട്ടുകാരിൽ പരമമായിട്ട് ഉള്ള ആനന്ദ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്യുന്നത് നിനക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും, ഏത് തടസ്സപ്പെടുത്തുന്നതായ വ്യക്തികളുടെ നടുവിൽ നിനക്ക് സുവിശേഷ വേല ചെയ്യുവാൻ സാധിക്കും. നിനക്ക് യേശുവിനെ പ്രസന്റ് ചെയ്യുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നീ വ്യത്യസ്തമുള്ള ഒരു വ്യക്തിയായി തീരുക. റോമർ 8:14 പറയുന്നുണ്ട്, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവരാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അനുഗ്രഹമുണ്ട്, അവിടെ നന്മയുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ നീ പറയുന്ന വാക്കുകൾ മറ്റുള്ളവർ അനുസരിക്കും. ക്രിസ്തു ആണ് സ്വന്തം രക്ഷിതാവെന്ന് മറ്റുള്ളവർ സ്വീകരിക്കുവാനിടയായിത്തീരണം. ഞാൻ എന്ത് ചെയ്യണമെന്ന് മറ്റുള്ളവർ ചോദിക്കും. യജമാനന്മാരെ, ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് പൗലോസിനെയും സിലാസിനെയും നോക്കി ചോദിച്ചതുപോലെ നിന്നോട് ചോദിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് നീ പറയത്തക്ക രീതിയിലുള്ളതായ ഒരു അഭിഷേകം, ഒരാത്മ പകർച്ച, പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ദൈവാത്മാവ് നിന്നെ നടത്തും. നീ ദൈവ മക്കളായി തീരും. നീ ദൈവത്തിൻ്റെ മകനായി മകളായി തീർന്നു കഴിഞ്ഞാൽ നിന്നെ അംഗീകരിക്കാത്ത വ്യക്തി അംഗീകരിക്കും. കാരണം നിന്നിൽ നിന്ന് പുറപ്പെടുന്നത് ഈ യേശുവായിരിക്കും. സ്തോത്രം. യേശുവിൻ്റെ ആ സ്നേഹമായിരിക്കും, യേശുവിൻ്റെ ആ രക്ഷയായിരിക്കും, യേശു ഒരുക്കുന്നതായ ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതായ വെളിപ്പാടുകളായിരിക്കും നീ പറയുന്നത്. ഈ വെളിപ്പാടിലേക്ക് പ്രവേശിക്കുവാൻ, ഈ രക്ഷയിലേക്ക് പ്രവേശിക്കുവാൻ അനേകർ ആഗ്രഹിച്ച് ആയിരിക്കുകയാണ്. അവർക്ക് അറിയില്ല. നിന്നെ ഒരു അസാധാരണമായ അഭിഷേകമുള്ള ഒരു വ്യക്തിയാക്കി പരിശുദ്ധാത്മാവ് തീർക്കുന്നതിൻ്റെതായ പിന്നിൽ, നിന്നെ അഭിഷേകം ചെയ്ത് ഒരു സഭയുടെ മേലധ്യക്ഷനാക്കി വച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ, നിന്നെ സഭയുടെ ഒരു ഉത്തരവാദിത്വം നിന്നിലേക്ക് ഫലമേൽപ്പിച്ച് നൽകിയിരിക്കുന്നതിൻ്റെ പിന്നിൽ നീ ഈ അസാധാരണമായ അഭിഷേകത്തെ, യേശുവിനെ മറ്റുള്ളവർക്ക് ആത്മാർത്ഥമായിട്ട് നീ കൊടുക്കുവാൻ വേണ്ടിയാണ്. നീ ഒരു ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്ന ഒരു വ്യക്തിയാക്കി നിന്നെ തീർത്തിരിക്കുന്നത്. ദൈവാത്മാവ് നടത്തുന്നവരെ ഒക്കെയും ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് നിന്നെ ഒരു വ്യത്യസ്തനായിട്ട് മറ്റുള്ളവർക്ക് ദൈവം മാറ്റിയിരിക്കുകയാണ്. കാരണം ഈ സ്വർഗരാജ്യത്തെ ഈ യേശുവിനെ നീ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടിയാണ്, ഈ നന്മയെ കൊടുക്കുവാൻ വേണ്ടി. ഈ നന്മ നീ കൊടുക്കുമ്പോൾ അനേകർ നിന്നെ മാനിക്കും. സ്തോത്രം. നിനക്ക് യോഗ്യതയില്ലാത്തതായ സീറ്റിൽ നിന്നെ ഇരുത്തും. പ്രിയമുള്ളവരെ, കാരണം ഈ രക്ഷ, ഈ സമാധാനം ഇന്ന് ലോകം ആഗ്രഹിക്കുകയാണ്. ലോകത്തിന് ലഭ്യമല്ലാതിരിക്കുന്നതായിട്ടുള്ളതായ ഒരു ദൈവിക പദ്ധതി ഈ ലോകത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് പുതിയൊരു ആത്മാവിനെ നിന്നിലേക്ക് പകർന്നിരിക്കുന്നത്. യെഹെസ്കേൽ 36:25 വാക്യം വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല
നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിരിക്കും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. നിങ്ങളുടെ സകല മലിനതകളെയും സകല വിഗ്രഹങ്ങളെയും നീക്കി. ഇന്ന് എന്തൊക്കെയാണ് ഈ ലോകത്തിൻ്റെതായ സ്വാർത്ഥത നിറഞ്ഞതായ വിഗ്രഹങ്ങൾ, മലിനതകൾ നിന്റെ ജീവിതത്തിലുണ്ടോ? അതെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് മാറ്റുമെന്നുള്ള കാര്യത്തിൽ ഏതൊരു സംശയമില്ല. നമുക്കറിയാം, ഏലിയാവ് എടുക്കപ്പെടുന്നതിന് മുമ്പേ എലീശ ആഗ്രഹിച്ചു ഇരട്ടി ആത്മാവിൻ്റെ ശക്തിക്കായിട്ട്. ഏലിയാവ് പറഞ്ഞത്, ഞാൻ എടുക്കപ്പെടുന്നത് സ്വർഗത്തിൽ എടുക്കപ്പെടുന്നതായ കാഴ്ച നീ കാണുകയാണെങ്കിൽ ഈ ഇരട്ടി ശക്തി നിനക്ക് ലഭിക്കും. ആ കാഴ്ച കാണുന്നതിലേക്ക് വേണ്ടി എലീശ പ്രവാചകൻ മറ്റൊരു ചിന്തയിലേക്കും പോയില്ല. ഏലിയാവിൻ്റെ പുറകെ ആ ദൈവിക ചിന്തയിലേക്ക് ഇരുന്നു. പ്രിയമുള്ളവരെ, ഈ തേജസ്, ഈ അനുഗ്രഹം നിനക്ക് ലഭിക്കണമെങ്കിൽ കൊലോസ്യർ 3:4 പറയുന്നത് പോലെ ഉയരത്തിലുള്ളത് ചിന്തിക്കണം. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. നീ ഉയരത്തിലുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഇരട്ടി അഭിഷേകം നിന്നിലേക്ക് ലഭിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഒരു പുതിയ ഹൃദയത്തിന്, പുതിയ ആത്മാവിന് ഉടമയായി തീരുവാൻ ഇന്ന് വചനം കേട്ട ഓരോ വ്യക്തി ജീവിതങ്ങളെയും ദൈവം ആ ആത്മാവിനെ കൊണ്ട്, ആ തേജസ്സിനെ കൊണ്ട്, ഉയരത്തിലെ ശക്തിയെ കൊണ്ട് നിറയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ ജീവിതത്തിലെ ഏത് പ്രശ്നത്തെയും ഏത് പ്രതികൂലത്തെയും മാറ്റുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒരു നിമിഷം സമർപ്പിക്കുകയാണെങ്കിൽ, ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ ശരീരങ്ങളിൽ, നിങ്ങളുടെ തലമുറകൾ വിദൂരതയിലായിരിക്കാം, വിദേശ രാജ്യങ്ങളിലായിരിക്കാം, നിങ്ങൾക്ക് അവിടെ പോയി അവരെ സഹായിക്കുവാൻ കഴിയാത്ത മേഖലയിലായിരിക്കാം. എന്നാൽ അവിടെയൊക്കെയും ഈ തേജസ് ഇറങ്ങി വരും. ഇറങ്ങി വന്ന് അവരുടെ ശരീരത്തെ സ്പർശിക്കും, അവരുടെ രോഗത്തെ മാറ്റും, അവരുടെ പ്രതികൂലത്തെ മാറ്റും, അവർക്ക് ഒരു തലമുറ ഭാഗ്യത്തെ കൊടുക്കും, അവരുടെ സ്പൈനൽ കോഡിൻ്റെതായ വിഷയത്തെ പരിഹരിക്കും, അവർക്ക് പുതിയതായ ലൈസൻസ് ലഭിക്കും, അവർക്ക് പുതിയ അനുഗ്രഹ നന്മകൾ ലഭിക്കും. നമുക്ക് ഒരു വാക്ക് ഈ സമയത്ത് ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട്, ഈ വാത്സല്യ കേൾവിക്കാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ഈ ശബ്ദ പരിധിക്കുള്ളിലായിരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ദൈവനാമത്തിൽ കർത്താവെ അങ്ങയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങളുടെ ഉള്ളിൽ യേശുവുണ്ട്. ആ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഇപ്പോൾ എല്ലാ പ്രതികൂലങ്ങളും, എല്ലാ രോഗശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകുവാൻ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. വിവിധ രോഗത്താൽ കർത്താവെ ഭാരത്തോട്, വേദനയോട് ഈ ശബ്ദ പരിധിക്കുള്ളിലായിരിക്കുമ്പോൾ, രോഗമുള്ള സ്ഥാനത്ത് കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, സർജറി കൂടാതെ തന്നെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ആ മുഴകൾ മാറിപ്പോകട്ടെ. കർത്താവെ സ്തോത്രം. കർത്താവെ വിവിധ രീതിയിലുള്ളതായ പ്രതികൂലങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ശരീരങ്ങളിൽ, കർത്താവെ മനസ്സുകളിൽ, ചിന്തകളിൽ സൗഖ്യമുണ്ടാകട്ടെ. കർത്താവെ സ്തോത്രം, സ്തോത്രം. അടിക്കടി വരുന്നതായ കർത്താവെ സ്തോത്രം, സ്തോത്രം. മൈഗ്രെയിൻ പോലുള്ളതായ തലവേദനകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ സ്തോത്രം. പഠിക്കുവാൻ കഴിയാതെ കർത്താവെ ഒരു കുടുംബജീവിതം നയിക്കുവാൻ കഴിയാതെ വണ്ണം, സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ വണ്ണം വിഷമത്തോട് മാനസിക തകർച്ചയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ യേശുവിൻ്റെ രക്തം തളിക്കപ്പെട്ട് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് പുതിയൊരു ഹൃദയം ലഭിച്ച് പുതിയൊരു ആത്മാവിനെ പകർന്ന് ഈ നിമിഷം മുതൽ കർത്താവെ ആ ഡിപ്രഷനിൽ നിന്ന് കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വെളിയിൽ വരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. സൗഖ്യത്തോട്, ബലത്തോട് കർത്താവ് പൂർവാധിക ശക്തിയോടുകൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ദൈവം കൃപ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് കിടരോഗികളായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ യേശുവിൻ്റെ ശക്തിയിൽ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സ്പർശിച്ച് കർത്താവെ എഴുന്നേറ്റ് നടക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ വേല ചെയ്തിട്ട് കർത്താവെ മുമ്പോട്ട് പോകുവാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് കർത്താവെ നിരാശയോടുകൂടെ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേൽ ഇരട്ടി ആത്മാവിൻ്റെ ശക്തി ഇപ്പോൾ പകരുന്നതിനായിട്ട് സ്തോത്രം.
സ്തോത്രം. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ തൊഴിലില്ലാതെ കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് തൊഴിൽ മേഖലകൾ തുറന്നു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. വിവിധ ടെസ്റ്റുകൾ എഴുതി കർത്താവ് പാസ്സാകാതെ വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് യേശുവിൻ്റെ നാമത്തിൽ ഇനി ഉള്ളതായ കർത്താവ് ടെസ്റ്റ് എഴുതുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സമസ്ത മേഖലകളിലും ദൈവികമായ അനുഗ്രഹത്തെ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വലിയൊരു ദൈവപ്രവൃത്തി, ദൈവരാജ്യത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നിങ്ങൾക്ക് ഈ ശുശ്രൂഷ അനുഗ്രഹമായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രെയർ സെല്ലുണ്ട്. അതുപോലെ ആത്മീക ആരാധനകൾ സൂം മീറ്റിംഗ് വഴി, ഗൂഗിൾ മീറ്റ് വഴിയൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും. അതുവഴി നിങ്ങൾക്ക് ആരാധനയിൽ, എല്ലാ ദിവസമുള്ള ആരാധനയിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ സാധിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.